ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് കടലപ്പരിപ്പ് അല്ലെങ്കിൽ വടപ്പരിപ്പ് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ സൂക്കാനായിട്ട് വെക്കണം. അതിനുശേഷം വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. നമുക്ക് മിക്സിയുടെ റിവേഴ്സ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒരു 5-6 ചെറിയുള്ളി, അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2-3 വറ്റൽമുളക്, 2-3 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനുശേഷം ആ ഒരു മിക്സർ നമ്മൾ പരിപ്പിൻ്റെ അടിച്ചു വെച്ച മിക്സിലോട്ട് നമുക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തരിപ്പൊടിയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ ഒരു മിക്സറിൽ നിന്ന് ഓരോ ബോളുകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈൻ്റെ നടുവിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപ്പുവടയുടെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് കിട്ടും. അപ്പോൾ പരിപ്പുവട ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം ഇങ്ങനെ ഓരോ സൈഡ് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അടുത്ത സൈഡ് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.